അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൈനംദിനം നമ്മോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞ, നമ്മോട് നടത്താൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്, ഒരു ദിക്റാണ്, നമുക്കൊക്കെ അറിവുള്ള പരിചിതമായ ഒരു ദിക്ർ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമും, ഏതൊരു സത്യവിശ്വാസിയും, യഖൂൽ, അവൻ പറയും, ഫി സ്വബാഹിൻ, നേരം വെളുക്കുമ്പോൾ, പ്രഭാത സമയത്ത് പറയും, കുല്ല യൗമിൻ, എല്ലാ ദിവസവും, വമസായിൻ, എല്ലാ വൈകുന്നേരവും, കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, അഥവാ എല്ലാ രാത്രിയിലും, എല്ലാ രാവിലകളിലും അവൻ പറഞ്ഞുകൊണ്ടിരിക്കണം, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്ത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന പ്രാർത്ഥന സലാസ മർറാത്തിൻ, 3 തവണ. എന്നാൽ ലം യദുറുഹു ഷൈഉൻ, ആ ദിവസം, ആ പകലിൽ, ആ രാത്രിയിൽ അവന് യാതൊരു ബുദ്ധിമുട്ടും യാതൊരു പ്രയാസങ്ങളും നേരിടുകയില്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഹദീസ് റിപ്പോർട്ട് ചെയ്തത് റവാഹു തിർമിദി റളിയല്ലാഹു അൻഹു ആണ്, വഗൈറുഹു, അതല്ലാത്ത റിപ്പോർട്ടുകളിലും കാണാം. അതിൻ്റെ അർത്ഥം, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തന്നെയാണ് ഞാൻ ആരംഭിക്കുന്നത്. ലാ യദുറു മഅ ഇസ്മിഹി, അവൻ്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഷൈഉൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ഒരു ഉപദ്രവവും എനിക്ക് ഏൽക്കൂല. വലാ ഫിസ് സമാ, ആകാശത്തു നിന്നുമുള്ള യാതൊരു ഉപദ്രവവും ഏൽക്കുകയില്ല. വഹുവസ് സമീഉൽ അലീം, അല്ലാഹു തആല എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. അഥവാ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് ഒരു വിശ്വാസിയെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ നമ്മൾ രാവിലെയും വൈകുന്നേരങ്ങളിലും പതിവാക്കൽ ഏറെ ശ്രേഷ്ഠമാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. മാത്രമല്ല, ഈ ഒരു ദിക്ർ രോഗിയുടെ ചാരത്ത് വെച്ച് ചൊല്ലലും പതിവാക്കലും പറയലും സുന്നത്താണ്. അതോടൊപ്പം തന്നെ ഈ ദിക്ർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ മേൽ നാം ഒന്ന് ദിക്ർ ചൊല്ലിയിട്ട് ഊതിക്കൊടുക്കലും സുന്നത്താണെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇതേ ഹദീസ് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. മൻ ഖാല, ഒരാൾ പറഞ്ഞാൽ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ സലാസ മർറാത്തിൻ, 3 തവണ പറഞ്ഞാൽ, ലം തുസിബുഹു ഫുജിഅതു ബലാ, ഒരു ആപത്തും അവന് സംഭവിക്കുകയില്ല, പെട്ടെന്നുള്ള യാതൊരു അപകടവും അവന് സംഭവിക്കുകയില്ല. ഹത്താ യുസ്ബിഹ, പുലരുവോളം. വമൻ ഖാലഹാ ഹീന യുസ്ബിഹ, ഒരാൾ ഇതിനെ ചൊല്ലിക്കഴിഞ്ഞാൽ 3 തവണ, സലാസ മർറാത്തിൻ, 3 തവണ, ലം തുസിബുഹു ഫുജിഅതു ബലാഇൻ ഹത്താ യുംസിഹ, വൈകുന്നേര സമയം വരെ യാതൊരു അപകടവും അവന് സംഭവിക്കില്ല എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്റാണ്, ഒരു പ്രാർത്ഥനയാണ്. ഇത് പതിവാക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.